CPM-നെ ദുർബലപ്പെടുത്തിക്കൊണ്ട് BJP-യുടെ കടന്നുവരവുണ്ടാവത്തില്ലേ? ആ കടന്നുവരവിനെ ചെറുത്ത് നിർത്താൻ വേണ്ടിയിട്ടെങ്കിലും കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പോയിട്ട് മുസ്ലിം ലീഗ് കൈയിടാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിയുടെ നയപരിപാടികൾ, വിദ്യാഭ്യാസ നയപരിപാടികൾ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൽ ആവശ്യമാണ്. അതിപ്പോൾ ഒരു പൊതുവികാരമായിട്ട് ഉയർന്നിട്ടുണ്ട്. അത് ഞങ്ങൾ വിട്ടുതരില്ല, ഞങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിനെ കച്ചവടത്തിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കും എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞാൽ അതിന് വകവെച്ചു കൊടുക്കരുതെന്നേ. കണ്ണൂർ VD സതീശന് അനുകൂലമായിട്ട് പ്രകടനം നടത്തിയിരിക്കുന്നത് K സുധാകരൻ VD സതീശനിട്ട് കൊടുത്തിരിക്കുന്ന അവസാനത്തെ പണിയാണത്. ഇന്ന് ഈ കേരളത്തിന്റെ തെരുവിൽ പല ആളുകൾ ഇറങ്ങിയിട്ട് VD സതീശൻ സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് VD സതീശന് എതിരായിട്ട് മാറുന്ന ഘടകമാണത്. അപക്വമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് നടന്നിട്ടുള്ളത്. നമസ്കാരം. ഈ UDF-ന്റെ ഇത്ര വലിയ വിജയത്തില് മുസ്ലിം ലീഗിന്റെ പങ്ക് എത്രത്തോളാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായങ്ങൾക്ക് അതിൻ്റെതായ ഒരു വിലയുണ്ട്. ഒഫീഷ്യലായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടില്ലെങ്കിൽ പോലും VD സതീശനെയാണ് ലീഗ് പിന്തുണയ്ക്കുന്നത് നമുക്കെല്ലാം അറിയാം. ഇപ്പം ഈ അവസാന നിമിഷ ചർച്ചകളിലും സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ KPCC-ക്കും ഹൈക്കമാൻഡും മേൽ നല്ല രീതിയിൽ പ്രഷറും കൊടുക്കുന്നുണ്ട് മുസ്ലിം ലീഗ്. പക്ഷേ ഇതൊരു മുന്നണിയാണ്, കോൺഗ്രസ് അതിന്റെ നേതൃസ്ഥാനത്തുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ ഒരു പരസ്പര ബഹുമാനത്തോടെ പോകേണ്ട ഒരു അവസ്ഥയാണ്. മാത്യു കുഴൽനാടനൊക്കെ പറഞ്ഞ പോലെ കോൺഗ്രസിനകത്തെ ആഭ്യന്തര വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് അമിതമായി ഇടപെടുന്നു എന്നൊരു അഭിപ്രായം ഉണ്ടോ? അതായത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2011-ലും അതിന് മുമ്പ് ഉള്ള കാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചുകൊണ്ടിരുന്നത്? ആ രീതിയിൽ തന്നെയാണ് ഇപ്രാവശ്യവും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത്. അതല്ല എങ്കിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് എത്ര MLA-മാർ പറയുമോ അതിനനുസരിച്ചിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ നിയമസഭാ കക്ഷി യോഗം, പാർലമെന്ററി പാർട്ടിയാണ് നിയമസഭ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്, പാർലമെന്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് MLA-മാരുടെ അഭിപ്രായത്തിന് പ്രാധാന്യമില്ലേ? ഇതിപ്പം ഇത് ഇലക്ഷന് മുമ്പ് എല്ലാ മാധ്യമങ്ങളും പറഞ്ഞിരുന്നു. കാരണം UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുസ്ലിം ലീഗ് ആയിരിക്കും ഈ മന്ത്രിസഭ നയിക്കുക, അല്ലെങ്കിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുക എന്നുള്ളൊരു റൂമർ ഇറങ്ങിയിരുന്നു. ഇപ്പം അതേ രീതിയിലേക്കൊക്കെ കാര്യങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് ശ്രമിക്കരുത്. മുസ്ലിം ലീഗ് മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ ഇവിടെ ഒരു മുസ്ലിം വോട്ടിന്റെ കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ കൺസോളിഡേഷനാണ് ഇപ്പോൾ UDF-നെ അധികാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന ഒരു തോന്നൽ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിനുണ്ട്. അത് ഒരു ഭൂരിപക്ഷ സമുദായത്തിന് ഒരു ഏകീകരണം ഉണ്ടായിക്കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? BJP വരും. CPM-നെ ദുർബലപ്പെടുത്തിക്കൊണ്ട് BJP-യുടെ കടന്നുവരവുണ്ടാവത്തില്ലേ? ആ കടന്നുവരവിനെ ചെറുത്ത് നിർത്താൻ വേണ്ടിയിട്ടെങ്കിലും കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പോയിട്ട് മുസ്ലിം ലീഗ് കൈയിടാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. മുസ്ലിം ലീഗിന് അറിയാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. കാരണം എങ്ങനെയാണ് കോൺഗ്രസ് അവരുടെ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതെന്ന്. അതിനിടയിൽ കയറി ഇവർക്ക് ഹൈക്കമാൻഡിൻ്റെ അടുത്ത് അഭിപ്രായം പറയാം. അതിനോട് KM ഷാജിയെ പോലുള്ള ആളുകളൊക്കെ അതിതീവ്ര മായിട്ടുള്ള കാര്യം നമുക്കറിയാലോ. KM ഷാജി എന്താണ് പറഞ്ഞിട്ടുള്ളതിനെ കുറിച്ച് നമുക്കറിയാവുന്നതല്ലേ. മതമാണ്. ഈ KM ഷാജിയൊക്കെ മന്ത്രിസഭയിൽ പോലും എടുക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കണം കോൺഗ്രസ്. അല്ലെങ്കിൽ ഇപ്പം ഈ കോൺഗ്രസ് പറയുകയാണ് മുസ്ലിം ലീഗിൻ്റെ ഇന്ന ആളുകൾ മന്ത്രിമാരായാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കുമോ? PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് മന്ത്രിയാവണ്ട എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ അത് മുസ്ലിം ലീഗ് അനുസരിക്കുമോ? ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി വരരുത്. അത് അവരുടെ സ്വാതന്ത്ര്യം. മാത്യു കുഴൽനാടൻ പറഞ്ഞ കാര്യം 100% ശരിയാണ്. കാരണം ആത്മാഭിമാനമുള്ള ഒരു കോൺഗ്രസ് നേതാവിൻ്റെ വാക്ക് തന്നെയാണത്. അതിനകത്ത് എന്താ തർക്കമുള്ളത്? കാരണം കോൺഗ്രസിനകത്തേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ള കുറേ നിരോധിത തീവ്രവാദ സംഘടനകളുടെ ആളുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷത്തിന് മേളിലാകാൻ പോകുന്നു. കാരണം അവരുടെ നിയന്ത്രണത്തിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭൂരിപക്ഷ വർഗീയതയുടെ ഏകീകരണം ഉണ്ടാവുകയും ആ ഏകീകരണം BJP-ക്ക് വളമാവുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഉണ്ടാവണം. അത് മുസ്ലിം ലീഗിൻ്റെ ഒരു ഉത്തരവാദിത്തം, ചരിത്രപരമായിട്ടുള്ള ഉത്തരവാദിത്തം അതാണ് നിറവേറ്റേണ്ടത്. മറിച്ച് അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ വന്ന് ഇടപെട്ട് പണി മേടിച്ച് കെട്ടാൻ വേണ്ടി നിൽക്കരുത്. കേരളത്തിലെ പൊതുസമൂഹം അല്ലെങ്കിൽ തന്നെ സംശയത്തോടു കൂടിയിട്ടാണ് മുസ്ലിം ലീഗിന്റെ പല നീക്കങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മുസ്ലിം ലീഗിന്റെ കൈവശത്ത് നിന്ന് അടിയന്തരമായിട്ട് കോൺഗ്രസ് ഏറ്റെടുക്കേണ്ട വകുപ്പുകളിൽ ഒന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത്. ഒരു നാഷണൽ പാർട്ടി, ഒരു ദേശീയ പാർട്ടിയാണ് കേരളം ഭരിക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ഘടകകക്ഷി മാത്രമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിന്റെ പിന്തുണയൊക്കെ വേണം, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കണം എന്ന് പറയാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിയുടെ നയപരിപാടികൾ, വിദ്യാഭ്യാസ നയപരിപാടികൾ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൽ ആവശ്യമാണ്. അതിപ്പോൾ ഒരു പൊതുവികാരമായിട്ട് ഉയർന്നിട്ടുണ്ട്. അത് ഞങ്ങൾ വിട്ടുതരില്ല, ഞങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിനെ കച്ചവടത്തിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കും എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞാൽ അതിന് വകവെച്ചു കൊടുക്കരുതെന്നേ. 63 MLA-മാരുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക്.
അതോടൊപ്പം തന്നെ 7 കേരള കോൺഗ്രസ് MLA മാരുണ്ട്, RSPയുടെ 3 MLA മാരുണ്ട്. ഇവർ മതി ഭരിച്ചു മുമ്പോട്ട് പോകാനായിട്ട്. കൃത്യമായ ഭരണമാണ് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി കാഴ്ചവെക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മുമ്പോട്ട് പോകുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. മറിച്ച് VD സതീശനെ പോലുള്ള ഒരാളെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കണം എന്ന് എന്തുകൊണ്ടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവർ പറയാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. കാരണം മുസ്ലിം ലീഗിനെ പോലും ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങി എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശങ്ങൾ, ഐഡിയോളജി മുസ്ലിം ലീഗിനകത്തേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിമർശനം ഉയർന്നു കഴിഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റുമോ? അതിപ്പോൾ സാധൂകരിക്കുന്ന രീതിയിലല്ലേ മുസ്ലിം ലീഗിന്റെ പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്നത്? VD സതീശനെ ഏറ്റവും കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ്? മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമി അല്ലേ? മീഡിയ വൺ ആരുടെയാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലേ? ഇന്ന് മീഡിയ വൺ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ജനം തെരുവിലിറങ്ങുമെന്ന്. എവിടെയാണ് ജനം തെരുവിലിറങ്ങിയിരിക്കുന്നത്? ഈ ഇവിടെ നെട്ടൂര് കുറച്ച് പിള്ളേരിറങ്ങി. കണ്ണൂര് VD സതീശന് അനുകൂലമായിട്ട് പ്രകടനം നടത്തിയിരിക്കുന്നത് K സുധാകരൻ VD സതീശനിട്ട് കൊടുത്തിരിക്കുന്ന അവസാനത്തെ പണിയാണത്. കാരണം ഹൈക്കമാൻഡിന്റെ നിരീക്ഷകർ കേരളത്തിലെത്തിയ സമയത്ത് ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ആളുകൾ തെരുവിലിറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടകമൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ആളുകളല്ലേ ഈ ഹൈക്കമാൻഡിന്റെ പ്രതിനിധികളായിട്ട് കേരളത്തിലെത്തിയിട്ടുള്ളത്. അജയ് മെക്കാനും പിന്നെ മധുസൂദനം മിസ്ത്രിയൊക്കെയാണ് എത്തിയിരിക്കുന്നത്. അവർക്ക് അത് എത്രയോ കണ്ടിരിക്കുന്നു. കേരളത്തിലെ തന്നെ കോൺഗ്രസിനകത്ത് മുണ്ടുപറി തുടങ്ങിയുള്ള എന്തെല്ലാം അഭ്യാസങ്ങൾ കണ്ടവരാണ് അവര്. അവരുടെ മുമ്പിലാണ് ഈ കോളേജ് രാഷ്ട്രീയത്തിൽ കളിക്കുന്ന പോലത്തെ ഈ നാടകവുമായിട്ട് 8-10 പിള്ളേർ തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഇന്ന് ഈ കേരളത്തിന്റെ തെരുവിൽ പല ആളുകൾ ഇറങ്ങിയിട്ട് VD സതീശൻ സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് VD സതീശന് എതിരായിട്ട് മാറുന്ന ഘടകമാണത്. അപക്വമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് നടന്നിട്ടുള്ളത്. അതിന് കുടപിടിക്കുന്ന രീതിയിലേക്കാണ് മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഡയലോഗ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ കാര്യമൊക്കെ കോൺഗ്രസ് തീരുമാനിച്ചോളും. അതല്ലാതെ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് മുസ്ലിം ലീഗ് ഇടപെട്ട് തുടങ്ങിയാൽ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ അപകടമാണ്. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ആയിരിക്കും ഈ സംസ്ഥാനം ഭരിക്കുക എന്ന ഒരു നരേറ്റീവ് ഓൾറെഡി കേരളത്തിന് മുമ്പിലുണ്ട്. ആ നരേറ്റീവിനെ സാധൂകരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്ത് എന്ത് വലിയ അപകടത്തിലേക്കായിരിക്കും പോവുക എന്ന ഒരു സാമാന്യ ബോധമെങ്കിലും മുസ്ലിം ലീഗിന് ഉണ്ടാവണ്ടേ? ഇങ്ങനെ ആയിരുന്നില്ലല്ലോ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് നിസ്സഹായനായി നിൽക്കുന്ന ലീഡർ ശ്രീ K കരുണാകരന് മുമ്പിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവിനോട് വാട്ട്സ് ഹാപ്പനിങ് മിസ്റ്റർ PM എന്ന് K കരുണാകരൻ ചോദിക്കുമ്പോൾ അപ്പുറത്ത് ഒരു സൈലൻസ് ആണ് ഉണ്ടായിരുന്നത്. അന്ന് നിസ്സഹായനായി നിന്നിരുന്ന K കരുണാകരനെ കണ്ടിട്ട് അങ്ങേക്ക് ചെയ്യാവുന്നതിൻ്റെ എല്ലാം അങ്ങ് ചെയ്യുന്നു എന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനത്തൊരു വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞൊരു മുസ്ലിം ലീഗ് ഈ സംസ്ഥാനത്തുണ്ട്. ആ മുസ്ലിം ലീഗിനെയാണ് കോൺഗ്രസിന് ഘടകകക്ഷിയായിട്ട് വേണ്ടത്. മറിച്ച് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ KPCC പ്രസിഡന്റിനെ ഞങ്ങൾ തീരുമാനിക്കും, മുഖ്യമന്ത്രിയെ ഞങ്ങൾ തീരുമാനിക്കും, കോൺഗ്രസിനകത്തെ മന്ത്രിമാരെ ഞങ്ങൾ തീരുമാനിക്കും, കോൺഗ്രസിന്റെ അകത്ത് മറ്റു പല കോർപ്പറേഷനുകളിലെയും ആളുകളെ ഞങ്ങൾ തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഒരു കാര്യം ഓർക്കുക, ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം മൊത്തത്തിൽ നിങ്ങൾക്കെതിരാവും. ഓൾറെഡി ഇപ്പോൾ സംഘപരിവാർ ശക്തികളൊക്കെ ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വളരെ ജാഗരൂകരായിട്ട് വേണം നിങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് മുസ്ലിം ലീഗ് എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റണം. പറ്റുമെങ്കിൽ KM ഷാജിയെ പോലുള്ള ആളുകളെയൊക്കെ മാറ്റി നിർത്തണം മന്ത്രിസഭയിൽ നിന്ന്. ഒരു മുസ്ലിം ലീഗിലെ മറ്റൊരു ഗ്രൂപ്പാണ് KM ഷാജി എന്നൊക്കെ പറയുന്നത്. ശരിയായിരിക്കാം. എങ്കിൽ തന്നെ ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള അതിതീവ്ര വർഗീയത സാമൂഹ്യ മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആളുകളെയൊക്കെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നേ. അതുകൊണ്ട് മാത്യു കുഴൽനാടൻ പറഞ്ഞ കാര്യങ്ങളോട് 100% യോജിക്കുന്നു. ലക്ഷ്മണരേഖ കടക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് ശ്രമിക്കരുത്. കോൺഗ്രസിന്റെ കാര്യങ്ങൾ കോൺഗ്രസ് നോക്കട്ടെ. കോൺഗ്രസിനെ വിമർശിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ വിമർശിച്ചോളും. മറിച്ച് മുസ്ലിം ലീഗിന് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ യോഗത്തിൽ പറയുക. മറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് പറയുക. അതല്ലാതെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ലീഗ് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ലീഗിനെ സംബന്ധിച്ച് ലീഗിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കാം.